ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എണ്ണ ഒട്ടും കുടിക്കാത്ത എല്ലാവർക്കും ഞൊടിയിടയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ കഴിയാനായി, പിള്ളേർക്ക് ക്ലാസ്സൊക്കെ തുറക്കാറായി. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഒരു ടെൻഷനാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു മെഷർമെൻറ്റ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്ന് കണ്ടു നോക്കാം. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വാട്ടക്കുഴക്കമൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ നമുക്കിവിടെ അടിപൊളി പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് റവ. ഇതേപോലെ ഇതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണ് നമുക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊടി ഉണ്ടല്ലോ, ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം. ഇത് ഞാൻ നല്ല പോലെ ഒന്ന് 2-3 തവണ നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇത്രയും മതി. കണ്ടില്ലേ, കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മൾ എപ്പോഴും പൂരിക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കണ്ട, അതേപോലെ ഒത്തിരി സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ കുഴച്ചെടുക്കണ്ട. ഇതേപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം. അല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓരോ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടി അങ്ങ് എടുക്കാം. അതേപോലെ ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഈ ഒരു രീതിക്ക് എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ നമ്മളെല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തി കല്ലിൽ വേണമെങ്കിലും വളരെ തിന്നായിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. നമ്മളിതൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമ്മൾ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ
ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പം നമ്മളിവിടെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് പോരാം. ഇതേപോലെ നമ്മൾ എല്ലാം ഒന്ന് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെക്കുക കേട്ടോ. എന്നെങ്കിലാണ് നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായി കിട്ടുള്ളൂ. അതാ നമ്മുടെ വാട്ടുകയും കുഴക്കുകയും ഒന്നും ചെയ്യാത്ത നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പൂരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇതേപോലെ. അപ്പോൾ ഇതാ നമ്മുടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് പൂരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള പൂരിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊക്കെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. എല്ലാവർക്കും ഇതേപോലെ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാത്ത പൂരി വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.